സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഹജ്ജ് ഉംറ സേവനങ്ങൾക്കായി വിദേശ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യാനുള്ള താൽക്കാലിക തൊഴിൽ വിസകൾ, അവരുടെ ജോലി എന്നിവ സംബന്ധിച്ച വ്യവസ്ഥകൾ പരിഷ്കരിച്ചതായി സൗദി മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം അറിയിച്ചു. കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗം ഭേദഗതിക്ക് അംഗീകാരം നൽകി. താൽക്കാലിക വിസയുടെ കാലാവധി 90 ദിവസമായി ദീർഘിപ്പിച്ചതാണ് പ്രധാന ഭേദഗതി. ആ കാലാവധി കഴിഞ്ഞാൽ 3 മാസത്തേക്ക് കൂടി നീട്ടാനും പുതിയ വ്യവസ്ഥ പ്രകാരം അനുമതിയുണ്ട്. താൽക്കാലിക തൊഴിൽ വിസയിൽ എത്തുന്നവർക്ക് രാജ്യത്ത് പരമാവധി 6 മാസം വരെ തങ്ങി ജോലി ചെയ്യാം. നിലവിലെ ഹജ്ജ് ഉംറ സേവനങ്ങൾക്കായുള്ള സീസണൽ വർക്ക് വിസ എന്നതിനു പകരം താൽക്കാലിക തൊഴിൽ വിസ എന്ന് പുനർനാമകരണം ചെയ്തതായും ഭേദഗതികൾ വിശദീകരിക്കവേ മാനവ വിഭവശേഷി മന്ത്രാലയം വ്യക്തമാക്കി. സ്വകാര്യ മേഖലയുടെ ആവശ്യങ്ങൾക്ക് താൽക്കാലിക വിസകളെ ഉപയോഗപ്പെടുത്താൻ ഇതിലൂടെ സാധിക്കും. രാജ്യത്തെ തൊഴിൽ വിപണിയുടെ ആകർഷകത്വം വർദ്ധിപ്പിക്കാനും ഇത് സഹായം ചെയ്യും. ഉംറ സീസണിൽ പ്രവർത്തിക്കുന്ന സേവന സ്ഥാപനങ്ങളുടെ ആവശ്യങ്ങൾ കണക്കിലെടുത്താണ് നിയമ ഭേദഗതിയെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു. താൽക്കാലിക വിസകളുടെ ദുരുപയോഗം തടയാൻ കനത്ത പിഴയടക്കമുള്ള ശിക്ഷാ നടപടികളും പുതിയ വ്യവസ്ഥകളിലുണ്ട്. മന്ത്രിസഭ അംഗീകാരം നൽകിയ തീയതി മുതൽ 180 ദിവസത്തിനു ശേഷം നിയമ ഭേദഗതികൾ പ്രാബല്യത്തിൽ വരുമെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു. കുവൈറ്റ് സർക്കാരിന്റെ ഔദ്യോഗിക ഓൺലൈൻ പ്ലാറ്റ്ഫോമായ സഹൽ ആപ്പ് വഴി കുവൈറ്റിലെ താമസക്കാർക്ക് ഇനി മുതൽ ട്രാഫിക് പിഴകൾ എളുപ്പത്തിൽ അടയ്ക്കാം. ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ കാര്യക്ഷമമാക്കിയതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ട്രാഫിക് ലംഘനങ്ങൾ പരിശോധിക്കുന്നതിനും പിഴയുണ്ടെങ്കിൽ അത് അടയ്ക്കുന്നതിനും സഹൽ ആപ്പിൽ ഇപ്പോൾ സൗകര്യം ലഭ്യമാണ്. മൊബൈലിൽ സഹൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് തുറക്കുക. ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു അക്കൗണ്ട് സൃഷ്ടിക്കാനുള്ള നിർദ്ദേശങ്ങൾ പാലിക്കണം. ആവശ്യമായ എല്ലാ വ്യക്തിഗത വിശദാംശങ്ങളോടും കൂടി പ്രൊഫൈൽ പൂർണ്ണമായെന്ന് ഉറപ്പാക്കിയ ശേഷം അക്കൗണ്ട് നിർമ്മിച്ച് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഫൈലിലേക്ക് നാവിഗേറ്റ് ചെയ്ത് ആഭ്യന്തര മന്ത്രാലയം എന്നത് ക്ലിക്ക് ചെയ്യണം. ട്രാഫിക് നിയമ ലംഘനങ്ങൾ ഉൾപ്പെടെ വിവിധ സർക്കാർ സേവനങ്ങളിലേക്ക് ഇവിടെ നിന്നും പ്രവേശനം ലഭ്യമാണ്. ആഭ്യന്തര മന്ത്രാലയം വിഭാഗത്തിൽ ട്രാഫിക് ലംഘനങ്ങൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത് സ്വന്തം പേരിൽ എന്തെങ്കിലും ട്രാഫിക് ലംഘനങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ഇതിൽ ക്ലിക്ക് ചെയ്യണം. ട്രാഫിക് ടിക്കറ്റുകളിൽ കാണാവുന്ന ലംഘന നമ്പർ ഉപയോഗിച്ച് ഇത് തിരഞ്ഞ് കണ്ടെത്താനും സാധിക്കും. ഒന്നിലധികം ലംഘനങ്ങൾ ഉണ്ടെങ്കിൽ ഒരേ സമയം ഒന്നിലധികം ടിക്കറ്റുകൾ തിരഞ്ഞെടുക്കാൻ സഹൽ ആപ്പ് അനുവദിക്കും. പണമടയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ ലംഘന നമ്പറിലും ക്ലിക്ക് ചെയ്യണം. ഇങ്ങനെ ഒറ്റയടിക്ക് 20 ടിക്കറ്റുകൾ വരെ തിരഞ്ഞെടുത്ത് എല്ലാറ്റിനും കൂടി ഒരു തവണ പേയ്മെന്റ് ചെയ്യാൻ ഇതുവഴി സാധിക്കും. തെക്കൻ ബാത്തിന ഗവർണറേറ്റിലെ ബർക്ക വിലായത്തിൽ ഒരു കമ്പനിയുടെ ഭൂഗർഭ ജലസംഭരണിയിൽ വീണയാളെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം രക്ഷപ്പെടുത്തി. സംഭവസ്ഥലത്തെത്തി മുങ്ങൽ വിദഗ്ധരാണ് ഇയാളെ പുറത്തെത്തിച്ചത്. ഗുരുതരാവസ്ഥയിലായതിനെ തുടർന്ന് അടിയന്തര വൈദ്യസഹായവും നൽകി. തുടർ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റിയതായും സിവിൽ ഡിഫൻസ് വ്യക്തമാക്കി. ഒമാനിൽ സാഹസിക വിനോദ പരിപാടികൾ നടത്തുന്നതിന് ലൈസൻസ് നിർബന്ധമാണെന്ന് പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം അറിയിച്ചു. ടൂറിസ്റ്റ് ഗൈഡ് കാർഡ് കൈവശമുള്ളവർക്കും ലൈസൻസുള്ള കമ്പനികൾക്കും മാത്രമാണ് ഇത്തരം വിനോദ പ്രവർത്തനങ്ങൾക്ക് അനുമതിയുള്ളത്. ലൈസൻസ് ഇല്ലാതെ സാഹസിക ടൂറിസം നടത്തുകയോ പരസ്യം ചെയ്യുകയോ ചെയ്യുന്നവർക്കെതിരെ നടപടികൾ സ്വീകരിക്കും. സാഹസിക ടൂറിസം പ്രവർത്തനങ്ങൾക്ക് ലൈസൻസുള്ള കമ്പനികളെ മാത്രം തിരഞ്ഞെടുക്കാൻ സഞ്ചാരികളോട് മന്ത്രാലയം ആവശ്യപ്പെട്ടു. സാഹസിക ടൂറിസം ട്രിപ്പുകളും ക്യാമ്പുകളും മറ്റും സംഘടിപ്പിക്കുന്നതിന് അനുമതിയുള്ള കമ്പനികളെ തിരഞ്ഞെടുക്കുന്നതിലൂടെ ശരിയായ സുരക്ഷാ പ്രോട്ടോക്കോളുകൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സാധിക്കുമെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു. സാഹസിക ടൂറിസം യാത്രകൾ സംഘടിപ്പിക്കാൻ താൽപ്പര്യമുള്ള കമ്പനികളിൽ നിന്നും വ്യക്തികളിൽ നിന്നും മന്ത്രാലയം അപേക്ഷകൾ ക്ഷണിച്ചിരുന്നു. ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കും. നിശ്ചിത സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തുന്നത് പരിശോധിച്ച് അനുമതി നൽകും. അതേസമയം സാമൂഹിക മാധ്യമങ്ങളിലും വെബ്സൈറ്റുകളിലും സാഹസിക യാത്രകൾ പരസ്യം ചെയ്യുന്ന കമ്പനികളെയും വ്യക്തികളെയും കണ്ടെത്തിയതായി മന്ത്രാലയം കൂട്ടിച്ചേർത്തു. എല്ലാ ടൂറിസം പ്രവർത്തനങ്ങൾക്കും മന്ത്രാലയത്തിന്റെ അനുമതി ആവശ്യമാണ്. ലൈസൻസ് ഇല്ലാതെയുള്ള എല്ലാത്തരം വിനോദ പ്രവർത്തനങ്ങളും ടൂറിസം നിയമത്തിലെ ആർട്ടിക്കിൾ 8 ലംഘനമാണ്.
ലൈസൻസ് ഇല്ലാതെയും മാനദണ്ഡങ്ങൾ പാലിക്കാതെയുമുള്ള ടൂറിസം പ്രവർത്തനങ്ങൾക്ക് 10 ദിവസം മുതൽ 6 മാസം വരെ തടവും 6000 മുതൽ 50,000 റിയാൽ വരെ പിഴയും ശിക്ഷയായി ലഭിക്കും. ലൈസൻസ് നേടിയ സ്ഥാപനങ്ങൾ സുരക്ഷാ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടെ വീഴ്ച വരുത്തിയാൽ ശിക്ഷിക്കപ്പെടും. നിയമലംഘനങ്ങൾ നിരീക്ഷിക്കുന്നത് അധികൃതർ തുടർ പരിശോധനകളും നടത്തിവരുന്നുണ്ട്. അനുമതി ഇല്ലാതെ സാമൂഹിക മാധ്യമങ്ങളിലടക്കം പരസ്യം ചെയ്യുന്നതും നിരീക്ഷിക്കുന്നുണ്ട്. അതേസമയം രാജ്യത്ത് സാഹസിക ടൂറിസം മേഖലയിലെ സാധ്യതകൾ തിരിച്ചറിഞ്ഞ് നിരവധി വിദേശ വിനോദസഞ്ചാരികളാണ് കടന്നുവരുന്നത്. ഈ മേഖലയിൽ പുതുതായി നിരവധി സ്ഥാപനങ്ങളും ആരംഭിക്കുന്നുണ്ട്. സാഹസിക ടൂറിസം രംഗത്ത് പുതിയ നിക്ഷേപകരെ ആകർഷിക്കുന്നതിന് മന്ത്രാലയവും നടപടികൾ സ്വീകരിച്ചു വരികയാണ്. പർവ്വതനിരകളും കടലും ഉൾപ്പെടെ രാജ്യത്തെ പ്രകൃതിയും ഈ മേഖലയ്ക്ക് ഏറെ അനുകൂലമാണ്. ഒമാന്റെ വടക്കൻ മേഖലയിലും മസ്കറ്റിലും കനത്ത നാശം വിതച്ച ഷഹീൻ ചുഴലിക്കാറ്റിന്റെ ഓർമ്മകൾക്ക് 3 വർഷം. കഴിഞ്ഞ 10 വർഷത്തിനിടെ രാജ്യം സാക്ഷ്യം വഹിച്ച ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമായിരുന്നു ഷഹീൻ. 10-ലധികം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും കനത്ത കൃഷിനാശവും മറ്റ് നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തു. ഷഹീൻ ചുഴലിക്കാറ്റ് ബാധിച്ചത് 26,166 പേരെയെന്നാണ് ഔദ്യോഗിക കണക്കുകൾ. 2021 ഒക്ടോബർ 3 വൈകിട്ട് 6 മണിക്കും 9 മണിക്കും ഇടയിലാണ് ഷഹീൻ തീരം തൊടുന്നത്. വടക്കൻ ബാത്തിന, ദാഹിറ, ബുറൈമി, ദാഖ്ലിയ എന്നീ ഗവർണറേറ്റുകളിലാണ് കൂടുതൽ നാശം വിതച്ചത്. ബാത്തിനയിലെ സുവൈക് വിലായത്തിലാണ് കൂടുതൽ പേരെ ബാധിച്ചത്. ഇവിടെ 14,311 പേരെ കാറ്റ് ബാധിച്ചു. കാബൂറയിൽ 6,101 പേരെയും മുസന്നയിൽ 4,446 പേരെയും സഹമിൽ 1,308 പേരെയും കാറ്റ് ബാധിക്കുകയായിരുന്നു. നിരവധി വീടുകളും മലയാളികളുടേതടക്കം നൂറുകണക്കിന് വ്യാപാര സ്ഥാപനങ്ങളും തകർന്നു. എന്നാൽ സർക്കാർ സംവിധാനങ്ങൾ ചടുലതയോടെ പ്രവർത്തിച്ചതിനാൽ സാധാരണ ജീവിതത്തിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ ജനങ്ങൾക്ക് എത്താനായി. വീടും മറ്റും നഷ്ടമായവർക്ക് സർക്കാരിന്റെ സഹായവും ലഭിച്ചിരുന്നു. നിലവിലെ സാഹചര്യം പരിഗണിച്ച് ഇറാനിലെ വിമാനത്താവളങ്ങളിലേക്കുള്ള സർവീസുകൾ താൽക്കാലികമായി റദ്ദാക്കിയതായി ഒമാന്റെ ബജറ്റ് വിമാനമായ സ്ലാമയർ. ഇന്നലെയും ഇന്നുമുള്ള സർവീസുകളാണ് റദ്ദാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മുതൽ ലബനനിലേക്കുള്ള സർവീസുകളും താൽക്കാലികമായി റദ്ദാക്കിയിരുന്നു. ആഭ്യന്തര തൊഴിൽ വിപണിയിലേക്ക് സ്വദേശി പൗരർക്ക് പ്രവേശിക്കാൻ പ്രത്യേക തൊഴിലുകളും നയങ്ങളും സൃഷ്ടിക്കാൻ ലക്ഷ്യമിടുന്നതായി സൗദി മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയത്തിലെ സ്വദേശിവൽക്കരണത്തിനായുള്ള അണ്ടർ സെക്രട്ടറി അറിയിച്ചു. രാജ്യത്തെ തൊഴിൽ വിപണി നല്ല ഫലങ്ങളും തൊഴിലില്ലായ്മ നിരക്കിൽ തുടർച്ചയായ കുറവുമാണ് കാണിക്കുന്നത്. തൊഴിലില്ലായ്മ നിരക്ക് മൊത്തം ജനസംഖ്യയുടെ 3.3% കുറഞ്ഞു. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ കണക്കുകൾ പ്രകാരം G20 രാജ്യങ്ങൾക്കിടയിൽ 5ാം റാങ്കിലേക്ക് ഉയർത്താൻ സഹായിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. സൗദികൾക്കിടയിലെ തൊഴിലില്ലായ്മ കണക്കുകൾ ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിരക്കായ 7.1 എത്തിയതായും അൽ അറബിയ ബിസിനസ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം അറിയിച്ചു. ഇത് 2030 ലക്ഷ്യങ്ങളോട് വളരെ അടുത്തതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.